ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വലിയ വീതിയുള്ള ടൈപ്പ് ബോയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് രണ്ട് സൈസിലുള്ള റിബൺ വേണം. വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീഡ്സ്, B7000 ഗ്ലൂ, പിന്നെ ഒരു സൂചി. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ബോ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് നമുക്ക് ഓപ്ഷണലാണ്. ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ്, പോളൻസ്, പിന്നെ ഒരു ബഞ്ച് ഫ്ലവർ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതുപോലെ ബോയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബോയിലൊന്ന് ഗ്ലൂ ആക്കിയിട്ട് നമ്മുടെ റിബൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു ഹാഫ് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അതിനെ തിരിച്ച് ബോയിലേക്ക് തന്നെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് ചുറ്റിയെടുക്കുന്നത്. ഫസ്റ്റിൽ മാത്രം ഗ്ലൂ തേച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിന് പ്രശ്നം വരില്ല. ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു അറ്റത്ത് ആ മടക്കിക്കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം അത് കറക്റ്റ് നിവർന്ന് കിട്ടും. നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഇനി നമുക്കതിനെ ബോ മൊത്തം ചുറ്റിയെടുക്കണം. അപ്പോൾ ചുറ്റണതൊന്ന് ശ്രദ്ധിച്ചോളൂ. ബിഗിനേഴ്സിന് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇത് ചുറ്റാനായിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത്. ഉണ്ടാവും അതിൻ്റെ തുമ്പിന് നമുക്കൊന്ന് ഇത്തിരി ഗ്ലൂ കൊടുക്കാം. കാരണം അതിങ്ങനെ അകന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒട്ടിയിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അതിൻ്റെ ആ ഒരു അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോ ഫുള്ളായിട്ട് ചുറ്റി വരുമ്പോഴേക്കും അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഇനി ഇതുപോലെ ചുറ്റിയെടുക്കുക. ഒന്ന് ചെരിച്ച് ചുറ്റി കൊടുക്കുക. കറക്റ്റ് നേരെയല്ലാതെ ഇതുപോലെ ഒന്ന് ചെരിച്ച് ചുറ്റി കൊടുക്കുക. ചുറ്റാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു വട്ടം ചുറ്റി കഴിയുമ്പോൾ ആ ബോയുടെ ഉള്ളിലൂടെ അതൊന്ന് റിബണൊന്ന് പുറത്തേക്ക് എടുക്കണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്കിതിൻ്റെ ഫുള്ളായിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കാം. ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റുക. എങ്കിലേ അത് കറക്റ്റ് ഭംഗിയിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇടയിൽ അതിനൊരു ലൂസ് വന്നാൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. പിന്നെ ഈ ഹെയർ ബാൻഡിൻ്റെ ബാക്കിൽ കണ്ടോ പല്ല് പോലെ, നമ്മൾ പല്ലെന്ന് പറയില്ലേ ചീർപ്പിൻ്റെ, അതുപോലെ നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ചീർപ്പിൻ്റെ പല്ല് എന്നാണ് പറയുക. അതുപോലെ ഈ ബോർഡ് അടിയിൽ കണ്ടില്ലേ, നമുക്ക് ഹെയർ ബാൻഡ് വെറുതെ പ്ലെയിനായിട്ട് വയ്ക്കുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സാധനം കൊണ്ട് ഒന്നിങ്ങനെ ചിരകി കളയാം. അങ്ങനെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് കളയാം എന്ന് മാത്രം. ഇനി നമ്മൾ അറ്റം വരെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഉള്ള റിബൺ ഒന്ന് കട്ട് ചെയ്യുക. നമ്മൾ തുടക്കം ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അരികൊന്ന് ഉരുക്കി കൊടുക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഇതിൻ്റെയും അരിക് ഉരുക്കിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് ആ ഒരു അറ്റഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇടയിലൊന്നും ഗ്ലൂ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ അത് അവിടെ ടൈറ്റായിട്ട് നിന്നോളും. നമുക്ക് രണ്ടറ്റത്ത് മാത്രമേ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കണ്ടോ പകുതി പോലെ മടക്കിയ പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ കൊടുക്കാം. ഞാനിവിടെ B7000 ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണുള്ളവർക്ക് ഗ്ലൂ ഗണ്ണായിട്ടും ചെയ്യാം. ഇതൊക്കെ ഗ്ലൂ ഗൺ വെച്ച് ചെയ്താലൊന്നും വിട്ടുപോവില്ല. ബീഡ്സ് ഒട്ടിക്കുന്ന പോലെയല്ല, വിട്ടുപോവല്ല. പക്ഷേ കുട്ടികളൊക്കെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് അടർന്നു പോരാൻ സാധ്യതയുണ്ട്. പക്ഷേ റിബണൊന്നും ഒട്ടിക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. ഇനി അതിൻ്റെ അറ്റത്തും കൂടി നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ ഇത്ര നീളം വേണമെങ്കിൽ അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളയാം. ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം എന്നില്ല. ഞാൻ കട്ട് ചെയ്തില്ല, ഫുള്ളങ്ങോട്ട് ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച അലിഗേറ്റർ നമുക്ക് ഊരിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഒട്ടിക്കിട്ടിക്കോളും. എങ്ങനെയായാലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. കാരണം നമ്മൾ പശ വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് ബോ കിട്ടുന്നത്. ഇനി നമ്മൾ 1/2 ഇഞ്ചിൻ്റെ റിബൺ എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സൂചിയുടെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. വലിയ സൂചി എടുക്കണം, എങ്കിലേ റിബൺ കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ റിബണിലേക്ക് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡോ ഗ്രീനോ എങ്ങനെ എടുക്കാം, നമ്മൾ എടുക്കുന്ന റിബണിൻ്റെ അനുസരിച്ച്. ഇപ്പോൾ ഈ റിബൺ നിങ്ങൾക്ക് റെഡ് എടുക്കാം, എന്നിട്ട് വൈറ്റ് ബീഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ എടുത്തിട്ട് വൈറ്റ് ബീഡ്, അങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ ഈ വൈറ്റ് തന്നെ കൊടുക്കണമെന്നില്ല, റിബൺ ഗ്രീൻ ആയാലും കൊടുക്കാം. പക്ഷേ നമ്മൾ അടിയിൽ ചുറ്റണതും അപ്പോൾ അതിനനുസരിച്ച് ഗ്രീൻ തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം വൈറ്റ് ചുറ്റി, ഇനി ചെറിയത് റിബൺ നമ്മൾ ഗ്രീൻ ചുറ്റുമ്പോൾ അതൊരു ഭംഗികേടാവും, കളർ വ്യത്യാസം. അപ്പോൾ രണ്ടും ഒരേ കളറിൽ തന്നെ എടുക്കാം. അറ്റൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതൊരു ചുളിച്ചിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊന്ന് ഒരുക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ചുറ്റിയതുപോലെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചുറ്റി
ഇട്ടാണ് ഇത് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സെൻറ്ററിൽ നിന്ന് ചുറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതായിരിക്കും ഭംഗി. ഇല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ട് നമ്മൾ റിബൺ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഗ്ലൂ കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചുറ്റി അതേ രീതിയിൽ തന്നെ ഇതൊന്നും കൂടി ചുറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ബീഡ് സ്റ്റാർട്ട് ആവേണ്ടത് അവിടെ നിന്ന് ബീഡ് കോർത്ത് കൊടുക്കുക. അപ്പോൾ ബീഡ് കോർക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അരിഗേറ്റർ ക്ലിപ്പ് ഒന്ന് കൊടുക്കുക അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. സെയിം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അപ്പോൾ ഫസ്റ്റ് കോർത്തത് കൂടാണ്ട് ഇത് മാത്രം റിബൺ മതിയില്ലേന്ന്. പക്ഷെ അത് ഭംഗി ഉണ്ടാവില്ല. കാരണം നമ്മൾ റിബൺ ഇടയിൽ വെച്ച് റിബൺ ഫുള്ളായിട്ട് ചുറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആദ്യം തന്നെ ഒരു റൗണ്ട് ചുറ്റി കൊടുക്കണം റിബൺ. ഇനി ഇതാ നമ്മൾ ഇതൊന്ന് ചുറ്റിയെടുക്കേണ്ടത്. ഞാൻ ഒരു സൈഡിലായിട്ടാണ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഭാഗം റിബൺ ചുറ്റിയതിന് ശേഷമാണ് നമ്മളിതാ ഇതുപോലെ ഓരോ ബീഡ് ഇതുപോലെ ഒന്ന് അതിൻ്റെ നമ്മുടെ ബോർഡ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതാക്കണ്ടോ, ഇതുപോലെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ ആ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. വീണ്ടും നമ്മൾ ആ ഒരു ബീഡിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ അടുത്ത ബീഡ് ഇതുപോലെ ഒന്ന് കൊടുക്കുക. വീണ്ടും നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് വരും കേട്ടോ. അത് നിങ്ങൾക്ക് ഫുള്ള് കോർത്ത് കഴിയുമ്പോൾ അറിയാം. അതൊരു വെറൈറ്റി മോഡലായിട്ട് തന്നെ വരും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആ റെഡ് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം കോർത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് ബീഡ്സ് കോർത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ച് നമുക്കത് കറക്റ്റാക്കാൻ പറ്റും. അപ്പോൾ റെഡ് ബീഡ് മുകളിൽ വരുന്ന രീതിയിൽ, കളറ് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ കോർത്ത് കൊടുക്കുക. എങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി റെഡ് റിബണിൽ വൈറ്റ് കോർത്താലും ഭംഗി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ സാറ്റിൻ്റെ റെഡ് റിബൺ ഉണ്ടായിരുന്നില്ല, അത് നെറ്റിൻ്റെ റിബണായിരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിയിരിക്കില്ല. കാരണം നമുക്ക് ഈ ഹെയർ ബാൻഡിൻ്റെ അടിയിൽ പല്ല് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് കീറും, റിബൺ കീറും. അതുകൊണ്ടാണ് ഞാൻ സാറ്റിൻ്റെ റിബൺ എടുത്തത് വൈറ്റ്. ഇതിങ്ങനെ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഞാൻ റെഡൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക, എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം വൈറ്റായിട്ടാണ് പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ റെഡ് നന്നായിട്ട്, ഇത് പ്ലെയിൻ റെഡ് ആയാലും കുഴപ്പമില്ല. ഇതൊരു ഗ്ലാസ് ബീഡാണ്. നിങ്ങൾക്ക് പ്ലെയിൻ റെഡിൻ്റെ പ്ലെയിൻ ബീഡ് കിട്ടും. അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര വേണം, ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ അടി മുതൽ കോർത്ത് കൊടുക്കരുത്. ഒരു ഹാഫ് ഭാഗം കഴിഞ്ഞതിന് ശേഷമേ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. അത് ഏത് ഇതിലായാലും അതായിരിക്കും ഭംഗി. നമ്മൾ കോർക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ കിട്ടും. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒരു സൈഡിലേ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് മാത്രമായിട്ട് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പക്ഷേ അതിൻ്റെ സൈഡിൽ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത്ര ആയാലും മതി. ഇനി നമുക്ക് നമ്മുടെ റിബണൊന്ന് ഫുള്ള് നമ്മൾ ആദ്യം ചുറ്റിയെടുത്ത പോലെ തന്നെ നമ്മുടെ ബോ ഫുള്ളായിട്ട് ചുറ്റി അടിയിൽ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കും 2 ലെവലാക്കിയിട്ട് ബീഡ്സ് കോർത്ത് നിർത്താം. അതൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് പറയണം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് പറയണേ. ഇത് മാത്രമായിട്ട് നിർത്തണതാണോ അതോ ഞാൻ ഫ്ലവറും കൂടി ഒട്ടിച്ചിട്ടുണ്ട് അതാണോ ഇഷ്ടമായെന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ ആ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി പോളൻസും അതുപോലെ തന്നെ ആ ബെഞ്ച് ഫ്ലവറും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റൗണ്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ, ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഫ്ലവർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ബീഡ്സ് മാത്രം കോർത്ത് നിർത്തിയാലും ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് ഒരു സെൻറ്റർ ഭാഗം മാത്രമായിട്ട് ആ ബീഡ്സ് അങ്ങനെ കോർത്ത് നിർത്തിയാലും മതി, സൈഡിലേക്ക് കൊടുക്കാതെ. ഒക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പും ഞാൻ ഹെയർ ബാൻഡിന് 2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി നമ്മൾ ആ സെൻറ്ററിൽ അതിൽ പോളനും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഫ്ലവർ ഒട്ടിക്കാമെന്നൊന്നും പറയാത്തത്. ഇനി നമുക്കിതിനെ നമ്മുടെ ഈ ബോയുടെ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്ത് നിർത്തി അവിടെ തന്നെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റും കൂടി എടുത്ത് അടിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നിന്ന് ഐറ്റംസ് വാങ്ങിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ അവർ ഇനി അടുത്ത ഐറ്റംസ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ബേസ് ആയിട്ടുള്ള ഹെയർ ബോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ക്രിസ്മസ് ബേസ് ആക്കി ചെയ്യാം. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.